ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെല്ലാമാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല, അൽഹംദുലില്ലാ. നമ്മൾ റാഹത്തായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോമ്പ് 24-ൻ്റെ കുറച്ച് വിശേഷങ്ങളായി കൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണട്ടെ. കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കേട്ടോ. അന്ന് രാവിലെ തന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് 100 നേരത്തെ എണിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചായയും ബിസ്ക്കറ്റും കൊടുത്ത് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പം ചുട്ട് കൊടുത്തിട്ട് അങ്ങനെ അപ്പം കൊടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. വേണ്ടാന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ അത് മനസ്സുറച്ച വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫ്രൂട്ട്സും പച്ചക്കറിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാടമുട്ടയെല്ലാം അതെല്ലാം എടുത്ത് വെക്കലാന്ന് കേട്ടോ. ഇത് മഞ്ഞ വത്തക്കയാണ് കേട്ടോ, ഉള്ളി ചോത്തിട്ടാണ്. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചു. അങ്ങനെ ഇതാ പിന്നെ കുറച്ച് പാത്രമെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം കഴുകി വെക്കലാന്ന്. പിന്നെ അപ്പം ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്നിനെ തിന്നിട്ട. അങ്ങനെ ഇതാ ബാക്കിയുള്ള അപ്പം ഞാൻ എടുത്ത് വെക്കലാന്ന് കേട്ടോ. ഇത് ഇഡ്ഡലിയല്ല, ഇങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾ ഇഡ്ഡലി എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇത് ദോശൻ്റെ മാവാന്ന് കേട്ടോ. അതിങ്ങനെ ചെറിയ പാത്രത്തിൽ കൂട്ടിയതാണ്. ദോശയാകുമ്പോൾ വേണ്ടാന്ന് പറയും, അപ്പോൾ അതിങ്ങനെല്ലാം ആക്കി കൊടുത്തതാണ് കേട്ടോ. എന്നിട്ടും തിന്നിട്ടൊന്നുമില്ല, അങ്ങനെ പുറത്ത് കളിച്ചുകൊണ്ടെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ തുണിയെല്ലാം അലക്കാനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഉണക്കാനിട്ട് കൊടുത്തു. എന്നിട്ട് ബാക്കി കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം അലക്കാനിട്ട് കൊടുക്കലാന്ന്. പിന്നെ കുറച്ച് വേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം കൊണ്ട് കളയലാന്ന്. അങ്ങനെ വേസ്റ്റെല്ലാം കൊണ്ട് കളഞ്ഞത് ഉള്ളെല്ലാം അടിച്ച് വരാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉള്ളെല്ലാം അടിച്ച് വാരി. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസം തന്നെയാണ് തരില്ല. അങ്ങനെ ഞാൻ 4:15 കേട്ടോ കിച്ചണിലേക്ക് വരലും. ഇന്നൊരു ശാമ്പൻ്റെ കിച്ചണിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പള്ളിക്ക് നോമ്പുറപ്പിക്കലാന്ന് കേട്ടോ. നോമ്പുറപ്പിക്കൽ മീൻസ് പിന്നെ എന്തോ ഒരു സ്നാക്ക് കൊണ്ടുപോകലാന്ന് കേട്ടോ. 2 വീട്ടിൽ നിന്നായിട്ട് കൊണ്ടുപോകലാന്ന്. അപ്പോൾ ഞമ്മ ഇന്ന് ഇറച്ചിയടിയാണ് കേട്ടോ കൊണ്ടുപോകുന്നുള്ളത്. പിന്നെ വേറൊരു അപ്പുറത്തെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് പിന്നെ 100 കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ബീഫെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ബീഫെല്ലാം പിന്നെ ഇറച്ചി പീസ് മാത്രം നോക്കിയിട്ട് വേവിച്ചെടുക്കലാന്ന്. കൊട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. കൊട്ട് ഇങ്ങനെ കറല് അങ്ങനത്തെ ഇല്ലല്ലോ, അതൊന്നും എടുക്കുന്നില്ല. ഇറച്ചി പീസ് മാത്രം നോക്കിയിട്ട് കഴുകിയിട്ട് ഇത് വേവിച്ചെടുക്കലാന്ന്. ഇങ്ങനെ നെയ്യൊന്നുമില്ലാത്ത നല്ല ഇറച്ചി തന്നെ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അങ്ങനത്തെ നല്ല ഇറച്ചി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടികൾ ചേർത്തിട്ട് വേവിച്ചെടുക്കലാന്ന്. അങ്ങനെ ഇതാ ഇറച്ചി വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് മുറ്റല കിച്ചൻ ഭാഗത്തുള്ള മുറ്റല അടിച്ചെടുക്കലാന്ന്. കിച്ചൻ ഭാഗത്തുള്ള മുറ്റെല്ലാം അടിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം ഞാനിതാ കുട്ടിൽപ്പുറത്തെ മുറ്റെല്ലാം അടിച്ചെടുക്കലാന്ന്. ഇപ്പോൾ രണ്ട് ദിവസമായി കേട്ടോ അടിക്കാത്തത്. അപ്പം കുറച്ച് കാട്ടെല്ലാം ഉണ്ട്, അപ്പോൾ നേരെ അടിച്ചെടുക്കലാന്ന്. അങ്ങനെ മുറ്റെല്ലാം അടിച്ച് കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഞാൻ പിള്ളേർക്കെല്ലാം നെയ്ച്ചോറ് ഉണ്ടായിരുന്നു കേട്ടോ. തലേന്നത്തെ രാത്രിയത്തെ നെയ്ച്ചോറും ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ചൂടാക്കി എടുക്കലാന്ന്. പിന്നെ 100 ബീഫ് കറി കൂട്ടില്ല കേട്ടോ, അവൾക്ക് അച്ചാർ കൂട്ടിയിട്ട് കൊടുത്തു. എന്നിട്ട് വെക്കാൻ മടി തന്നെയാണ് കേട്ടോ. അങ്ങനെ ചോറെല്ലാം വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ ഉള്ളെല്ലാം തോർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ക്ലീനിങ് കയ്യെല്ലാം കഴിഞ്ഞതാ. ഉള്ളെല്ലാം അടിച്ച് തോർത്തി, പിന്നെ മുറ്റെല്ലാം അടിച്ച്. ഇങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനം അല്ലേ. അങ്ങനെയല്ല ഇതാ നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ നൂറാവും റാസിയും മൊത്തം ഇതൊക്കെ കളിക്കുന്നുണ്ട് ചോറും കറിയെല്ലാം ആക്കിയിട്ട്. അങ്ങനെ ഇതാ റിയും മീനിന് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇതാ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ലവ് ബേർഡ്സിനുള്ളതും കൊടുക്കുന്നുണ്ട്, ലവ് ബേർഡ്സിനുള്ള ഫുഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പോയിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ എടുക്കുന്നതാണ്. അതിനുശേഷം ഇതാ പ്രാവിനുള്ളതെല്ലാം കൊടുക്കുന്നുണ്ട്. ഫുഡ് കൊടുക്കൽ റിയാൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഓളെല്ലാത്തിനും ഫുഡ് കൊടുക്കും. അങ്ങനെ അതെല്ലാം നോക്കി നിന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അങ്ങനെ ഇതാ തുണിയെല്ലാം ഇളക്കിയിട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം വെയിലത്ത് കൊണ്ട് വിരിക്കലാന്ന്. അതിനുശേഷം നേരെ ഞാൻ കിച്ചണിലേക്ക് വന്നു കേട്ടോ. കിച്ചണിൽ വന്നിട്ട് ഉള്ളെല്ലാം തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കിച്ചൺ മാത്രമേ തുടക്കാൻ ബാക്കി ഉണ്ടായിട്ടോ. അങ്ങനെ കിച്ചണിൽ തുടച്ചെടുത്തു. അതിനുശേഷം സവാള അരിഞ്ഞെടുക്കലാന്ന്. ഇനിയിപ്പോൾ ഓരോരോ പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറച്ചിപ്പത്തിരിക്കുള്ള മസാല റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്, കുറേ ഉള്ളതല്ലേ.
അങ്ങനെ ഇതാ സവാള അരിഞ്ഞെടുത്തിട്ട് ഇതാ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ സവാളയിലിട്ടിട്ട് വഴറ്റിയെടുക്കലാണ്. അതങ്ങനെ ബീഫെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലതാ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഇറച്ചിയടക്കുള്ള മൈദയില കുഴച്ചെടുത്തു. അതായത് ഉള്ളിയെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുത്തു. പിന്നെ തക്കാളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് നല്ല പോലെ എല്ലാം കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം വേവിച്ചിട്ട് ക്രഷ് ചെയ്ത ബീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലെ പുതിനയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ ഓരോരോ പിന്നെ മൈദയില ഇതാ പരത്തി എടുത്തു കേട്ടോ. എന്നിട്ട് ഇത് ഇതുപോലെ അടയാക്കി എടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പോൾ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാം പരത്തിയതിന് ശേഷം ഇങ്ങനെ ഗ്ലാസ് എടുത്തിട്ട് മുറിച്ചെടുക്കലാന്ന്. ശേഷം അതിന് നടുവിൽ ഇങ്ങനെ മസാല വെച്ച് കൊടുക്കലാന്ന്. എന്നിട്ട് അതിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ഫ്രഷാക്കി കൊടുക്കലാന്ന്. ശേഷം ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഡിസൈനാക്കി എടുക്കലാന്ന് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കലാന്ന്. അങ്ങനെ എല്ലാം ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കാം. അങ്ങനെയെല്ലാം പിന്നെ ഇറച്ചിയുടെ ഇതാ ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം എണ്ണ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കലാന്ന്. എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ട വേണം കേട്ടോ. മുട്ട വേണം, ബ്രെഡ് ക്രംസും വേണം കേട്ടോ. അതാ മുട്ടയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ അട മുട്ടയിലൊന്ന് പിന്നെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ചൂടായ എണ്ണ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കലാന്ന്. ഞാൻ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി എല്ലാം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് അപ്പങ്ങളെല്ലാം ഫ്രൈ ആക്കി കൊണ്ടേണ്ട് കേട്ടോ. പിന്നെ ഇത് ഓറഞ്ചെല്ലാം തൊല്ലി വെച്ചിട്ടുണ്ട് കേട്ടോ, ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. അത് അപ്പങ്ങളെല്ലാം ഫ്രൈ ആക്കി കഴിഞ്ഞു കേട്ടോ. ഇനി ജ്യൂസ് നമുക്ക് കഴിക്കാനുള്ള അങ്ങനെ അപ്പങ്ങളെല്ലാം കൊണ്ടുപോയി കേട്ടോ, പള്ളിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിന്. ഇതാ നമുക്കുള്ള ഫ്രൂട്ട്സും ജ്യൂസെല്ലാം റെഡിയാക്കി എടുക്കലാണ്. അങ്ങനെ കാടമുട്ടെല്ലാം പിന്നെ ഇതുണ്ടായിട്ടാ, അതെല്ലാം കുഴിയിലടിച്ച് വെക്കലാണ്. ജ്യൂസായിട്ട് ബത്തക്ക ജ്യൂസ്, ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നുള്ളത്. അങ്ങനത്തെ ബത്തക്ക ജ്യൂസ് റെഡിയാക്കിയിട്ട് കഴിഞ്ഞു. ഇത് ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കി വെക്കലാണ്. അങ്ങനെ അപ്പങ്ങളെല്ലാം കാടിനെ കൊണ്ടുവച്ചിട്ടാണ്. പിന്നെ കടലയ്ക്കും കാടമുട്ടയും പിന്നെ ഇറച്ചടിയാണ് കേട്ടോ. അങ്ങനെയുള്ളത് ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യലാന്ന് കേട്ടോ. അങ്ങനെ എല്ലാവരും ബാങ്ക് കൊടുത്തു, എല്ലാവരും കൂടി നോമ്പെല്ലാം തുറച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.